ഹലോ, ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. മുസ്ലിം കല്യാണമായിട്ട് ഉച്ച സമയത്തായിരുന്നു നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാനും പാറും കൂടി ഇതേ അർച്ചന ചേച്ചി വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അർച്ചന ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊല്ലത്ത് വെച്ചായിരുന്നു കേട്ടോ കല്യാണം. അങ്ങനെ നമ്മളിതേ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഉച്ച സമയത്ത് ഇറങ്ങിയോണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ചെന്നോട്ടനെ ഫുഡ് അടിക്കാൻ കയറുന്ന മോശമല്ല എന്ന് വിചാരിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീഫ് ബിരിയാണി ആയിരുന്നു. പൊതുവേ എനിക്ക് ബീഫ് ബിരിയാണി ഇഷ്ടമല്ല. ബീഫെല്ലാം ഞുള്ളിപ്പറക്കി അവർക്ക് കൊടുത്തിട്ട് റൈസ് മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ആ റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരുന്ന വഴിക്ക് നമുക്ക് ചെറിയൊരു പണി കിട്ടി കേട്ടോ. ഹൈവേന്ന് യൂട്ടേൺ എടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. വണ്ടി ഓഫ് ആയിപ്പോൾ ഒരു തരത്തിൽ സ്റ്റാർട്ട് ആവുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ ബോണറ്റിൽ നിന്ന് പുകയും കരിയൊക്കെ വരുന്ന കണ്ടപ്പോഴത്തേനും ഞങ്ങൾ ചാടിത്തുള്ളി വെളിയിൽ ഇറങ്ങി. അങ്ങനെ പിന്നെ കുറേ ചേട്ടന്മാരും മാമാരും ഒക്കെ ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വണ്ടി നമ്മളങ്ങനെ തള്ളി ഉരുട്ടി സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് സെൻറ്ററിലായിട്ടോ വണ്ടി ഓഫ് ആയി പോയിട്ടുണ്ടായിരുന്നേ. എന്തായാലും വീടിനടുത്തുള്ള ഹൈവേ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പം തന്നെ ഞാൻ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ വർക്ക്ഷോപ്പിൽ ഒരു മാമനെ കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു. ബോണറ്റിലായിട്ടെങ്കിൽ വെള്ളമില്ല എന്നാണ് മാമൻ പറഞ്ഞത്. എനിക്ക് പിന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളെ പറ്റി വലിയ അറിവൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള വീട്ടിൽ പോയിട്ട് കുറച്ച് ബക്കറ്റിൽ വെള്ളമൊക്കെ കോരിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലൊഴിക്കാൻ വേണ്ടിയിട്ട്. വണ്ടി നടുറോഡ് വെച്ച് ഓഫായപ്പം ആദ്യം ഞാനൊന്ന് ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെയായിരുന്നു എൻ്റെ അവസ്ഥ. അച്ഛനെ കണ്ടപ്പോഴേ കുറച്ചെങ്കിലും ആശ്വാസമായത്. നടു റോഡായതുകൊണ്ട് വെയിലിന് ഒരു ശമനം ഉണ്ടായിരുന്നില്ല കേട്ടോ. അർച്ചനേജിരയിൽ ഒരു കുടയുള്ളത് വെച്ച് കുറച്ച് നേരം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലുതായിട്ട് നിന്ന് കരിയേണ്ടി വന്നില്ല. വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകേണ്ടി വരുമെന്ന് ഉറപ്പായപ്പോൾ പതുക്കെ ഞങ്ങൾ അടുത്ത കടയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം കുടിക്കാനായിട്ട്. ആകെപ്പാടെ നിന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനെ ചേച്ചി കേട്ടോ ആദ്യം വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഞങ്ങളാണ് കടയിൽ ചെന്നതെങ്കിലും അത് കഴിഞ്ഞ് വന്നവർക്കെല്ലാം വെള്ളം കിട്ടി. ഞങ്ങൾക്ക് മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവർ ഞങ്ങളുടെ കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒന്നുകൂടി ഓർമ്മിപ്പിച്ച വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ അകത്തൊന്നും വന്ന് കൈയിട്ട് വരുന്നുണ്ട് അർച്ചന ചേച്ചി. ചൂട് സമയത്ത് ആ തണുത്ത വെള്ളം കൂടി ചെന്നപ്പോൾ തന്നെ പകുതി ആശ്വാസമായി കേട്ടോ. അങ്ങനെ അർച്ചന ചേച്ചി ബസ് കയറ്റി വിട്ടിട്ട് ഞാനും പാറും കൂടി ഒരു ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അച്ഛൻ വണ്ടിയായിട്ട് വർക്ക്ഷോപ്പിലോട്ടും പോയി കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ തിരിച്ചു വരുമ്പം ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന്. എന്തായാലും കിട്ടിയത് കിട്ടി. നമ്മൾ അങ്ങനെ ഓട്ടോയും പിടിച്ച് നേരെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തിന്നതൊക്കെ തേച്ചു എന്ന് പറയുന്നതാവും സത്യം. എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ.